ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നാരായണീയം 25-ാം ദശകം. നരസിംഹാവതാരം. ഓം ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകദേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്തസ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈ ആനന്ദീന പുനീയാദരിനളിന ഗദാശംഖപാണിർമുകുന്ദ. ക്ഷീരസാഗരതീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ. ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ. ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശിരോദൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോഭോഗി ഗന്ധർവദൈത്യൈ ചിത്രം രമ്യതേതം ത്രിഭുവനവപുഷം വിഷ്ണുവീശം നമാമി. ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി, ആകാശം നിന്റെ നാഭി, ശ്വാസമോ വായുവത്രേ, ശിരസ്സോ ദേവലോകം. ചന്ദ്രാർക്കദ്വന്ദ്ങ്ങൾ കൺകൾ, ദിക്കുകൾ കർണങ്ങളും, അഗ്നി നിൻ വദനമാകുന്നു, ഉദരം സമുദ്രവും. നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീലയെന്ന പോൽ. ദേവമാനുഷ ഖഗോരക പശുഗന്ധർവ ദൈത്യാദികൾക്കും വിളയാടാൻ ഉയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം. ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയോ. ഓം ധ്യായേ നിത്യം ഗണേശം പരമഗുണയുതം ധ്യാനസംസ്ഥം ത്രിനേത്രം ഏകം ദേവം പരമസുഖയുതം ദേവദേവം പ്രസന്നം ശുണ്ഠാദണ്ഡാഢ്യഗണ്ഡോദ്ഗളിതമദജലോന്നോല മത്താലിമാലം ശ്രീമന്തം വിഘ്നരാജം സകലസുഖകരം ശ്രീഗണേശം നമാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണീയം ദശകം 25 നരസിംഹാവതാരം. സ്തംഭേ ഖട്ടയദോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജ്ജഗദണ്ഡഗുണ്ഡകുഹരോ ഘോരസ്തവാ ഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംപപാദ ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്
ഹരി ഓം. തൂണിന്മേൽ ഹിരണ്യകശിപു ഗദ കൊണ്ടാഞ്ഞടിച്ചപ്പോൾ കർണപുടം പൊട്ടുമാറുഗ്രമൊലറ അലർച്ചയുണ്ടായതിനുള്ളിൽ നിന്നും ബ്രഹ്മാണ്ടത്തിനകത്തുള്ളതെല്ലാം കലങ്ങിമറിഞ്ഞു ബ്രഹ്മസിംഹാസനം പോലുമിളകും വിധത്തിലപ്പോൾ കാരണമറിയാ സംഭീതിയിൽ മുങ്ങി വിറച്ചു നിന്നാനവൻ. ദൈത്യേദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം ബപുസ്തേ വിഭോ. കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമവിഹസത് വഷ്മാസമാജൃംഭധ. തൂണിൽ നിന്നു ഘോരഭീകരമാം മുരൾച്ച കേട്ട സുരൻ തിരിഞ്ഞു നോക്കവേ കണ്ടു സ്തംഭം പിളർന്നു ചാടി വരുന്നൊരു ഭീകര വിചിത്ര ജീവിയെ, പാതി മൃഗരൂപത്തിൽ പാതി മർത്യരൂപത്തിലങ്ങിനെ. എന്താണാരാണിതെന്നു തേറി സ്തബ്ധനായി പരിഭ്രാന്തനായവനപ്പോൾ കണ്ടു തൂവെള്ളക്കുഞ്ചിരോമങ്ങളും ഉഗ്രജടയുമായി ഭഗവത് നരസിംഹരൂപം അനുനിമിഷം വർദ്ധിത ഭീമാകാരമായി ഉജ്ജ്വല തേജസ്സൊടും. തപ്തസ്വർണസവർണഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംഭിതാംബരമഹോ ജീയാത്തവേദം വപുഃ. വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം. തങ്കത്തിനുജ്വല പ്രഭയോലും ദേഹകാന്തിയോടെ രൂക്ഷവീക്ഷിതമാം കൺകളോടെ കുഞ്ചിരോമങ്ങൾ കുലുക്കി ആകാശം മറയ്ക്കും സടാജടകൾ ചടുലമായി കുടഞ്ഞു ഗുഹ പോലുള്ള വായ് പിളർന്ന് വാൾ പോലുള്ള നാവു നീട്ടി ദംഷ്ട്രകൾ കാട്ടി നിൽക്കുമാ നരഹരി രൂപമെന്നുള്ളിൽ വിളങ്ങട്ടെ എന്നും. ഉത്സർപ്പത്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്തവീയസ്തരഗ്രീവം ബീവരദോഷദോദ്ഗതസ്നഖ ക്രൂരാം സുദൂരാദ്ബണം വ്യോമോല്ലംഘി ഖനാഖനോപമഖന പ്രധ്വാനി നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവദ തന്നാരസിംഹം വപു. കഠിനമായലറിയും തടിച്ചു കുറിയ കഴുത്തിൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയും കനത്ത കരങ്ങളിലെ അനേകം കൂർത്തുമൂർത്തു തിളങ്ങും നഖങ്ങൾ പൊഴിക്കും പ്രഭാപൂരത്താൽ പ്രോജ്വലിച്ചും ഇടിവെട്ടുമ്പോൾ ഘോരമട്ടഹാസം മുഴക്കിയും ഭയന്നു വിറയ്ക്കും അരികളയാട്ടിയോടിക്കുമങ്ങേ നരസിംഹരൂപം നമസ്കരിക്കുന്നു ഞാൻ. നൂനം വിഷ്ണുരയം നിഹന്യമം ഇതി അമും ഇതി ഭ്രാമ്യത്യദാ ഭീഷണം. നൂനം വിഷ്ണുരയം നിഹന്യമം അമും ഇതി ഭ്രാമ്യത്യദാ ഭീഷണം. ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃധാ ദോർഭ്യാം പൃഥുഭ്യാമമും. വീരോ നിർഗളിതോധ ഖഡ്ഗഫലകൗ ഗ്രഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാത ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. ഇതു വിഷ്ണു തന്നെ എൻ സോദരനെ വധിച്ചവൻ, അവനെ ഇന്നു ഞാൻ ഹനിക്കും എന്നലറി ഗദയും ചുഴറ്റി പാഞ്ഞെടുത്തു ഭഗവാന്റെ നേർക്കായി ഹിരണ്യകശിപു.
അപ്പോൾ അവനെ തൻ കനത്ത കയ്യാൽ തടഞ്ഞെങ്കിലും അവൻ കുതറി മാറിപ്പോയി. പല പല യുദ്ധമുറകളാൽ നേരിട്ടു വിശ്വം വിഴുങ്ങാനൊരുങ്ങും ഭഗവാനയവൻ പിന്നെയും. ഭ്രാമ്യന്തം ദിതിജാധമം പുനരഭിപ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേധോരുയുഗേ നിപാത്യ നഗരാൻ വ്യുദ്ഘായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകള രക്താംബുബുദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഭഗവാനെതിരെ കയർത്തുമെതിർത്തുമൊട്ടു ചുറ്റിത്തിരിയും ദിതിപുത്രനെ പിടിച്ചു നിർത്തി പെട്ടെന്നു വലിച്ചിഴച്ചു നരഹരി ഭഗവാൻ വാതിൽ പടിമേലെത്തിച്ചു തൻ തുടമേൽ വീഴ്ത്തിക്കിടത്തി കൂർത്ത നഖങ്ങൾ കൊണ്ടവന്റെ നെഞ്ചം പിളർന്നു കുടുകുടച്ചാടും രുധിരം കുടിച്ചു ദിക്കെട്ടും നടുങ്ങുമാറലറി ഗർജനമെങ്ങും മുഴങ്ങി. त्यक्त्वा तं हतमाशुरक्तलहरी सिक्तोऽन्वमध्वर्ष्मणि प्रत्युत्पत्य समस्तदैत्यपडलीं चाघार्यमाने त्वयि भ्राम्यत् भूमिविकम्पिताम्बुधिकुलं व्यालोलशैलोत्करं प्रोत्सर्प खजरं चराचरमहो दुस्ताम् अवस्थां दधौ. ഹിരണ്യകശുപുവിനെ നിർദ്ദയം കൊന്നു നരസിംഹം അസുരപിണമുപേക്ഷിച്ചു രക്തമൊലിക്കും ദേഹത്തോടെ ഭൂമി വിറപ്പിച്ചു സമുദ്രങ്ങളിളക്കി കുതിച്ചു ചാടി രാക്ഷസ പരിഷകളെ തിന്നൊടുക്കവേ മലകളിളകി വിശ്വം കീഴ്മേൽ മറഞ്ഞു. നരസിംഹജടാതാടനത്താൽ നിലതെറ്റിത്തെറിച്ചു ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളും. താവന്മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിത്തരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവ സർവേ സർവവിരിഞ്ച വാസവമുഖാഃ പ്രത്യേകമസ്തോഷധ. ഹിരണ്യകശുപുവിൻ കുടൽമാലയും കഴുത്തിലണിഞ്ഞു മാംസരക്തവപാമലീമസം നരസിംഹരൂപത്തിൽ ഗർജിച്ചലറി നിന്നു ഭഗവാൻ ഹരിസഭാമധ്യത്തിൽ. പരിഭ്രമഭീതിയാലാർക്കും ബ്രഹ്മാവിനും ഇന്ദ്രനും രുദ്രനും പോലുമായില്ലങ്ങയോടടുക്കുവാൻ. നരഹരിക്കകലെ ദൂരത്ത് വെവ്വേറെ മാറി നിന്നങ്ങയെ സ്തുതിച്ചതേയുള്ളു സർവരും. ൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പതയോർനമത്യപഹയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധനി സമധാഃ സ്തോത്രൈ തസ്യാഗാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. ഭയം വിനാ പ്രഹ്ലാദൻ നടന്നടുത്തു മെല്ലെ നമസ്കരിച്ചു. കോപം തെല്ലു ശമിയാതെ അവിടെ നിലകൊണ്ട നരഹരിയെ ബ്രഹ്മാജ്ഞയാലപ്പോൾ ശാന്തനായി അവന്റെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു ഭഗവാൻ. പ്രഹ്ലാദൻ അങ്ങയെ സ്തുതിച്ചു പാടവേ നൽകിയവനായി സ്വയമേവ അനേക വരങ്ങൾ ലോകാനുഗ്രഹാർത്ഥം വിഭൂ. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ
ശ്രീതാപനീയാഭിതശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമന്നത്യന്തശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത് പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവം ഭീകര നരസിംഹവേഷമണിഞ്ഞാടിയ ഭഗവൽ പ്രഭാവം കീർത്തിക്കുന്നു. നരസിംഹോപനിഷത്തിൽ സ്പഷ്ടമായി അതികേമം ഏകമുണ്മയായി മഹിമാവാം നിർമ്മല സ്വരൂപനങ്ങയെ രോധിക്കാനാർക്കാകും. പ്രഹ്ലാദനിൽ സംപ്രീതനാം വിഭോ ഗുരുവായൂരപ്പ, രക്ഷിക്ക എന്നെ ദുഃഖങ്ങളെല്ലാം നീക്കി സമൂലം. രക്ഷിക്ക എന്നെ ദുഃഖങ്ങളെല്ലാം നീക്കി സമൂലം. ഹരി ഓം ശ്രീ ഗുരു. ഇത് തർജ്ജിമ ചെയ്യാന്ന് പറഞ്ഞ തീരെ നിവൃത്തിയില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷെ ഇങ്ങനെ കുറെ നേരം കുറെ ചെയ്തു വന്ന് ഒരു അർത്ഥം ഒപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ലാണ്ട് വേറെ ഒരു കാര്യം ഇതിനകത്ത് പറയാൻ പറ്റില്ല. കാരണം ഒറിജിനൽ വായിച്ചിട്ട് എന്റേത് വായിക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നും. പക്ഷെ അദ്ദേഹത്തിനോടാണല്ലോ നാണക്കേട് തോന്നുന്നതിലൊരു സന്തോഷമുണ്ട്. കാരണം വലിയൊരാൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നതിന്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. കാരണം ഇത് ആ സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോ ശരിക്കും തൂണ് പൊട്ടിച്ച ആള് പുറത്ത് വരുന്നതായിട്ട് തന്നെ നമുക്കങ്ങ് തോന്നും. പക്ഷെ അതുപോലൊന്നും ആക്കാൻ എന്നെ കൊണ്ട് കൂട്ടിയെ കൂടില്ല. ഏതായാലും ഇത് ആദ്യം വായിക്കാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തൂണിന്മേൽ ഹിരണ്യകശിപു ഗദ കൊണ്ടാഞ്ഞടിച്ചപ്പോൾ കർണപുടം പൊട്ടുമാറുഗ്രമൊരലർച്ചയുണ്ടായി. അതിനുള്ളിൽ നിന്നും ബ്രഹ്മാണ്ടത്തിനകത്തുള്ളതെല്ലാം കലങ്ങി മറിഞ്ഞു. ബ്രഹ്മസിംഹാസനം പോലും ഇളകും വിധത്തിലപ്പോൾ കാരണമറിയാ സംഭീതിയിൽ മുങ്ങി വിറച്ചു നിന്നാനവൻ. തൂണിൽ നിന്നു ഘോര ഭീകരമാം മുരൾച്ച കേട്ട സുരൻ തിരിഞ്ഞു നോക്കവേ കണ്ടു. സ്തംഭം പിളർന്നു ചാടി വരുന്നൊരു ഭീകര വിചിത്ര ജീവിയെ, പാതി മൃഗരൂപത്തിൽ പാതി മർത്യരൂപത്തിൽ അങ്ങിനെ. എന്താണാരാണിതെന്നു തേറി സ്തബ്ധനായി പരിഭ്രാന്തനായവനപ്പോൾ കണ്ടു. തൂവെള്ളക്കുഞ്ചിരോമങ്ങളും ഉഗ്രജടയുമായി ഭഗവത് നരസിംഹരൂപം അനുനിമിഷം വർദ്ധിത ഭീമാകാരമായി ഉജ്ജ്വല തേജസ്വടും തങ്കത്തിനുജ്വല പ്രഭയോലും ദേഹകാന്തിയോടെ രൂക്ഷവീക്ഷിതമാം കൺകളോടെ കുഞ്ചിരോമങ്ങൾ കുലുക്കി ആകാശം മറയ്ക്കും സടാചടകൾ ചടുലമായി കുടഞ്ഞു. ഗുഹ പോലുള്ള വായ് പിളർന്നു വാൾ പോലുള്ള നാവു നീട്ടി ദംഷ്ട്രകൾ കാട്ടി നിൽക്കുമാ നരഹരി രൂപമെന്നുള്ളിൽ വിളങ്ങട്ടെയെന്നും. കഠിനമായലറിയും തടിച്ചു കുറിയ കഴുത്തിൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയും കനത്ത കരങ്ങളിലെ അനേകം കൂർത്തുമൂർത്തു തിളങ്ങും നഖങ്ങൾ പൊഴിക്കും പ്രഭാപൂരത്താൽ പ്രോജ്വലിച്ചും ഇടിവെട്ടുമ്പോൾ ഘോരമട്ടഹാസം മുഴക്കിയും ഭയന്നു വിറയ്ക്കും അരികളെയാട്ടിയോടിക്കും അങ്ങേ നരസിംഹരൂപം നമസ്കരിക്കുന്നു ഞാൻ. ഇതു വിഷ്ണു തന്നെ എൻ സോദരനെ വധിച്ചവൻ, അവനെ ഇന്നു ഞാൻ ഹനിക്കും എന്നലറി ഗദയും ചുഴറ്റിപ്പാഞ്ഞടുത്തു ഭഗവാന്റെ നേർക്കായി ഹിരണ്യകശിപു. അപ്പോൾ അവനെ തൻ കനത്ത കയ്യാൽ തടഞ്ഞെങ്കിലും അവൻ കുതറിമാറിപ്പോയി പല പല യുദ്ധമുറകളാൽ നേരിട്ടു. വിശ്വം വിഴുങ്ങാനൊരുങ്ങും ഭഗവാനയവൻ പിന്നെയും. ഭഗവാനെതിരെ കയർത്തുമെതിർത്തുമൊട്ടു ചുറ്റിത്തിരിയും ദിതിപുത്രനെ പിടിച്ചു നിർത്തി പെട്ടെന്നു വലിച്ചിഴച്ചു നരഹരി ഭഗവാൻ വാതിൽ പടിമേലെത്തിച്ചു തൻ തുടമേൽ വീഴ്ത്തിക്കിടത്തി
കൂർത്ത നഖങ്ങൾ കൊണ്ടവന്റെ നെഞ്ചം പിളർന്നു കുടുകുടച്ചാടും രുധിരം കുടിച്ചു. ദിക്കെട്ടും നടുങ്ങുമാറലറി ഗർജനമെങ്ങും മുഴങ്ങി. ഹിരണ്യകശിപുവിനെ നിർദ്ദയം കൊന്നു നരസിംഹമസുര പിണമുപേക്ഷിച്ചു. രക്തമൊലിക്കും ദേഹത്തോടെ ഭൂമി വിറപ്പിച്ചു. സമുദ്രങ്ങളിളക്കി കുതിച്ചു ചാടി രാക്ഷസ പരിഷകളെ തിന്നൊടുക്കവേ മലകളിളകി വിശ്വം കീഴ്മേൽ മറഞ്ഞു. നരസിംഹജടാതാടനത്താൽ നിലതെറ്റിത്തെറിച്ചു ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളും. ഹിരണ്യകശുപുവിൻ കുടൽമാലയും കഴുത്തിലണിഞ്ഞു മാംസരക്തവപാമലീമസം നരസിംഹരൂപത്തിൽ ഗർജിച്ചലറി നിന്നു ഭഗവാൻ ഹരിസഭാമധ്യത്തിൽ. പരിഭ്രമഭീതിയാലാർക്കും ബ്രഹ്മാവിനും ഇന്ദ്രനും രുദ്രനും പോലുമായില്ലങ്ങയോടടുക്കുവാൻ. നരഹരിക്കകലെ ദൂരത്തു വെവ്വേറെ മാറി നിന്നങ്ങയെ സ്തുതിച്ചതേയുള്ളു സർവരും. ഭയം വിനാ പ്രഹ്ലാദൻ നടന്നടുത്തുമെല്ലെ നമസ്കരിച്ചു. കോപം തെല്ലുശമിയാതെ അവിടെ നിലകൊണ്ട നരഹരിയെ ബ്രഹ്മാജ്ഞയാലപ്പോൾ ശാന്തനായി അവന്റെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു ഭഗവാൻ. പ്രഹ്ലാദനങ്ങയെ സ്തുതിച്ചു പാടവേ നൽകിയവനായി സ്വയമേവ അനേക വരങ്ങൾ ലോകാനുഗ്രഹാർത്ഥം വിഭൂ. ഏവം ഭീകര നരസിംഹവേഷമണിഞ്ഞാടിയ ഭഗവത് പ്രഭാവം കീർത്തിക്കുന്നു നരസിംഹോപനിഷത്തിൽ സ്പഷ്ടമായി. അതികേമം ഏകമുണ്മയായി മഹിമാവാം നിർമ്മല സ്വരൂപനങ്ങയെ രോധിക്കാനാക്കാകും. പ്രഹ്ലാദനിൽ സംപ്രീതനാം വിഭോ ഗുരുവായൂരപ്പ, രക്ഷിക്കയെന്നെ ദുഃഖങ്ങളെല്ലാം നീക്കി സമൂലം. പ്രഹ്ലാദനിൽ സംപ്രീതനാം വിഭോ ഗുരുവായൂരപ്പ, രക്ഷിക്കയെന്നെ ദുഃഖങ്ങളെല്ലാം നീക്കി സമൂലം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വളരെ സംക്ഷിപ്തമായിട്ട് നമുക്കിതിന്റെ ഒരു വിവരണം ബാക്കി 2-3 മിനിറ്റ് പ്രൊഫസർ സുലോചന ദേവി. ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട്, എക്കോ വരുന്നുണ്ടല്ലേ? എല്ലാവരും ഓഫ് ചെയ്തിട്ടില്ല, മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല 2-3 പേര്, അതുകൊണ്ടാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീമദ് മഹാഭാഗവത പുരാണത്തിന്റെ 7-ാമത്തെ സ്കന്ധത്തിലെ 8ഉം 9ഉം അധ്യായങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഈ നരസിംഹാവതാരം. അപ്പൊ അത് പറയുന്ന നരസിംഹാവതാരം പറയുന്നതിന് മുൻപ് അതിനുണ്ടായ പശ്ചാത്തലം കൂടി ഒന്ന് സംക്ഷിപ്തമായിട്ട് പറയുകയാണ്. വിഷ്ണുവിനെ വധിക്കാൻ വേണ്ടി നടക്കുന്ന അസുരരാജാവായ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്ന പുത്രൻ ഉണ്ടായി എന്നും ദൈത്യനായ പ്രഹ്ലാദൻ വളരെ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഭഗവാനിൽ രതിയുള്ളവനാവുകയും ഭഗവത് ഭക്തന്മാര് സർവശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് പിതാവ് ചോദിച്ചപ്പോൾ ഭഗവത് ഭക്തിയാണ് സർവശ്രേഷ്ഠമെന്ന് പ്രഹ്ലാദൻ മറുപടി പറയുകയും കോപിഷ്ഠനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കുവാൻ പലവിധ മാർഗങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു. ഭഗവാനിൽ ആത്മാർപ്പണം ചെയ്തവനായ പ്രഹ്ലാദന് ഒന്നും സംഭവിച്ചില്ല. പ്രഹ്ലാദന്റെ ഉപദേശത്താൽ അസുരബാലന്മാർ മുഴുവനും ഭഗവാനെ സ്തുതിക്കുന്നതിൽ തൽപരരായിരിക്കുന്നത് കണ്ട് ക്രുദ്ധനായ ഹിരണ്യകശിപു പുത്രനോട് ആരാണ് നിന്റെ ബലം എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമാനും നിർഭയനുമായ പ്രഹ്ലാദൻ വൈകുണ്ഠവാസിയായ സാക്ഷാൽ വിഷ്ണുവാണ് എന്റെയും അങ്ങയുടെയും ലോകത്തിന്റെയും ബലമെന്ന് മറുപടി പറഞ്ഞു. പുത്രന്റെ വാക്ക് കേട്ട് വാളിളക്കി ചാടി എഴുന്നേറ്റ് നീ സകല ജഗദ്രൂപനാണെന്ന് പറഞ്ഞ ഹരി എവിടെ എവിടെ എന്ന് ഗർജിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന സ്തംഭത്തിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു.
പിന്നീടുണ്ടായ കാര്യം തനിക്ക് വർണ്ണിക്കുവാൻ സാധിക്കില്ല എന്നാണ് കവി കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു നിർത്തിയത്. അത് ഭാവനയിൽ കണ്ട കവി അനന്തരം എന്തുണ്ടായി എന്നാണ് ഈ 25-ാം ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഹിരണ്യകശിപു തൂണിൽ പ്രഹരിച്ചപ്പോൾ തൂണ് പിളർന്ന് മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത അതിഭയങ്കരമായ ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദത്തിന്റെ ആഘാതത്താൽ ഹിരണ്യകശിപുവിന്റെ ഹൃദയം പ്രകമ്പനം കൊണ്ടു. എന്തെന്നില്ലാത്ത ഒരു പരിഭ്രമം ഹിരണ്യകശിപുവിനുണ്ടായി. ആ ശബ്ദം കേട്ട് സത്യലോകത്തിന് അധിപതിയായ ബ്രഹ്മാവിന് പോലും തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഒന്ന് ഇളകിപ്പോയി. ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഭേദിക്കുന്ന ആ ഭയാനക ശബ്ദം കേട്ടപ്പോൾ അതിന്റെ ഉദ്ഭവസ്ഥാനം അറിയുവാൻ ഹിരണ്യകശിപു 4 ദിക്കിലേക്കും നോക്കി. അപ്പോൾ ആ തൂണിൽ നിന്ന് മൃഗസ്വരൂപമോ മനുഷ്യ സ്വരൂപമോ അല്ലാത്ത ഒരു വിചിത്ര രൂപം പുറത്തു വന്നു. ഭയാനകവും ആശ്ചര്യജനകവുമായ ഈ രൂപം എന്താണെന്ന് ചിന്തിച്ച് ഭയചകിതനായി തീർന്ന ആ അസുരന്റെ മുൻപിൽ വെച്ച് തന്നെ ആ രൂപം വളരുവാൻ തുടങ്ങി. എഴുന്നു നിൽക്കുന്ന വെളുത്ത കൂർത്ത രോമങ്ങളാൽ വികസിക്കുന്ന ഭഗവാന്റെ ശരീരം വലുതായി. കാച്ചിപ്പഴുപ്പിച്ച സ്വർണത്തിന്റെ നിറമുള്ള അത്യുഗ്രങ്ങളായ കണ്ണുകളും സ്കന്ധരോമങ്ങൾ ഇളകിപ്പരക്കുമ്പോൾ ആകാശം മറഞ്ഞു പോകുന്നത്ര വലിപ്പമുള്ള ശരീരത്തോടു കൂടിയതും തുറന്നിരിക്കുന്നതും വളരെ വലിപ്പമുള്ളതുമായ മഹാഗുഹയ്ക്ക് സദൃശമായ വാളുപോലെ ഭയങ്കരമായി ചുഴലുന്ന ഊക്കൻ നാവ്, വാ തുറക്കുമ്പോൾ അത്യന്ത ഭീഷണങ്ങളായ 2 വലിയ ദംഷ്ട്രകൾ. ഇങ്ങനെ അത്യന്ത ഭയാനകവും ആശ്ചര്യകരവുമായിരുന്നു ഭഗവാന്റെ രൂപം. ഇനി ഭഗവാന്റെ വപുസ്സാണ് വർണ്ണിക്കുന്നത്. രൗദ്രഭാവം കൈക്കൊണ്ട ഭഗവാന്റെ സിംഹമുഖത്തുള്ള വലികൾ ശക്തിയായും ദ്രുതമായും ചലിക്കുന്നത് കൊണ്ട് കവിൾത്തടങ്ങളുടെ അധോഭാഗം കാഴ്ചയ്ക്ക് ഭയാനകമായിരുന്നു. മനുഷ്യന്റെ രൂപത്തിലുള്ള ശരീരവും സിംഹമുഖവും തമ്മിൽ ചേരുന്ന കഴുത്ത് കുറുകിയതും വളരെ തടിച്ചതുമാണ്. വലിപ്പമുള്ള അനേകം കൈകളിലെ നഖങ്ങളിൽ നിന്ന് അതിതീഷ്ണങ്ങളായ പ്രകാശകിരണങ്ങൾ പ്രസരിക്കുന്നതിനാൽ അത്യന്തം ഭീഷണമായിരിക്കുന്നു. മേഘഗർജനത്തിന് തുല്യമായതും ആകാശത്തെ അതിക്രമിച്ച് മുഴങ്ങുന്നതുമായ അട്ടഹാസത്താൽ ശത്രുക്കളെ ആട്ടിയോടിച്ചതുമായ ആ നരസിംഹ രൂപത്തെ കണ്ടിട്ട് ഹിരണ്യകശിപു ഇത് വിഷ്ണു തന്നെയാണെന്ന് നിശ്ചയിച്ച് ഇവനെ ഞാൻ ഇപ്പോൾ കൊല്ലും എന്നുറപ്പിച്ച് ഭഗവാന്റെ നേർക്ക് ഓടി അണഞ്ഞു. തടിച്ച തന്റെ കൈകൾ കൊണ്ട് ഭഗവാൻ ഹിരണ്യകശിപുവിനെ പിടിച്ചുവെങ്കിലും ഹിരണ്യകശിപു ഭഗവാന്റെ പിടിയിൽ നിന്ന് കുതറി മാറി വാളുമേന്തി വീണ്ടും ഭഗവാന്റെ നേരെ ചാടി വന്നു. തന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് വാളും പരിചയുമായി ചുറ്റിക്കറങ്ങുന്ന ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തി തന്റെ 2 കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ച് എടുത്തുയർത്തി പാതുക്കൽ കൊണ്ടുപോയി തന്റെ 2 തുടകളിലുമായി മലർത്തി കിടത്തി മാരത്തിൽ നഖങ്ങൾ അമർത്തി താഴ്ത്തി മാറ് പിളർന്ന് ഉള്ളിൽ നിന്നും പുറത്തേക്കൊഴുകിയ രക്തം വീണ്ടും വീണ്ടും ഉത്സാഹത്തോടെ പാനം ചെയ്ത് ജഗത്തിനെ ആകെ സംഭരിക്കാൻ പോന്ന സിംഹഗർജനം വീണ്ടും വീണ്ടും പുറപ്പെടുവിച്ചു. പിന്നീട് ഹിരണ്യകശിപുവിന്റെ ദേഹം ഉപേക്ഷിച്ച് ഭഗവാനെ നേരിടാൻ വന്ന മറ്റസുരന്മാരെ കടിച്ചുടയ്ക്കവേ ഭഗവാന്റെ ഗർജനങ്ങളും ചാട്ടവും അവയ്ക്ക് കാരണമായ കോപവും കൊണ്ട് പ്രപഞ്ചമാകെ ഇളകി മറിഞ്ഞു. ഭൂമി അതിവേഗത്തിൽ ചുറ്റിത്തിരിഞ്ഞു. പർവ്വതങ്ങൾ കുലുങ്ങി, സമുദ്രങ്ങൾ ഇളകി മറിഞ്ഞു. ജ്യോതിർഗോളങ്ങൾ സ്വസ്ഥാനത്ത് നിന്നും ഇളകിത്തെറിച്ചു. ചരാചരാത്മകമായ സമസ്ത പ്രപഞ്ചവും ദുസ്ഥിതിയെ പ്രാപിച്ചു. ഹിരണ്യകശിപുവിന്റെ പിളർന്ന് രക്തം കുടിച്ച നരസിംഹമൂർത്തി അസുരന്റെ കുടൽമാല വലിച്ചെടുത്ത് മാലയായി അണിഞ്ഞു. അസുരന്റെ രക്തം പറ്റിയ ഭഗവത് രൂപം അതിഭയാനകമായിരുന്നു. സഭാമധ്യത്തിൽ വർദ്ധിച്ച കോപത്തോടെ ഇരുന്ന ഭഗവാനെ സമീപിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ശിവൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ പേടിച്ച് വിറച്ച് അകലെ നിന്ന് വെവ്വേറെ ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ടും കോപശമിക്കാത്ത ഭഗവാനെ ശാന്തനാക്കുന്നതിനു വേണ്ടി ബ്രഹ്മാവിന്റെ നിർദ്ദേശത്താൽ പ്രഹ്ലാദൻ പേടി കൂടാതെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭഗവാൻ കാരുണ്യത്താൽ പരവശനും ശാന്തനുമായി തീർന്നു.
ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിന്ന പ്രഹ്ലാദനെ അവന്റെ നിഷ്കാമ ഭക്തിയിൽ സന്തുഷ്ടനായി അവന് ആവശ്യമില്ലാതിരുന്നിട്ട് കൂടി വരങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിച്ച സ്തോത്രം കീർത്തിക്കുകയും നരസിംഹമൂർത്തിയെയും ഭഗവാനെയും സ്മരിക്കുകയും ചെയ്യുന്നവർ കർമ്മവിമുക്തരാകുമെന്നാണ് അനുഗ്രഹിച്ചത്. വാസ്തവത്തിൽ അത്യന്ത ശുദ്ധാകൃതിയായ തത്വഗുണമൂർത്തിയായ നരസിംഹമൂർത്തി ഇവിടെ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി രൗദ്രചേഷ്ടിതം നടിക്കുക മാത്രം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം അവസാനിച്ചിരിക്കുന്നത്.